നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഇത് ബാച്ചിലേഴ്സിനും അതുപോലെ ആദ്യമായിട്ട് ചിക്കൻ കറിയൊക്കെ വെക്കുന്നവർക്കൊക്കെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കൻ നന്നായിട്ടൊന്ന് വിനാഗിരിയൊക്കെ ഒഴിച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 സവാള കനം കുറച്ച് അരിഞ്ഞതും 10-15 ചെറിയ ഉള്ളി 2-3 ഒക്കെ ആയിട്ട് അരിഞ്ഞതും 8 പച്ചമുളക് കീറിയതും വേണം. ഇതുകൂടാതെ 2 തക്കാളി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, നാരങ്ങ, വെളിച്ചെണ്ണ ഇത്രയും വേണം. ഈ ചിക്കൻ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇടാം. 20 ഗ്രാം ഇഞ്ചിയും 20 ഗ്രാം വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചത് ഇതിനകത്തേക്ക് ചേർക്കാം. 1 നാരങ്ങയുടെ നീരൊഴിക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും ഇതേപോലെ തന്നെ വെക്കണം. അല്പം കൂടുതൽ നേരം ഇരുന്നാൽ അത്രയും നല്ലത്. അതിനുശേഷം നമുക്ക് പാചകം തുടങ്ങാം. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് സവോള ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി 2-3 ആയിട്ട് മുറിച്ചിടണം കേട്ടോ, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളി കരിഞ്ഞു പോകും. ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊത്തിരി അങ്ങോട്ട് മൊരിഞ്ഞൊന്നും പോകണ്ട. ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് തക്കാളിയും പച്ചമുളകും ചേർക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് തക്കാളി വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടണേ. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിടയ്ക്ക് 2-3 തവണ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ഈ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെച്ച ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്ന് ഊറി വരുന്ന വെള്ളത്തിലാണ് ഇത് വെന്ത് കിട്ടുന്നത്. ഇത് ഇടയ്ക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇത് അടച്ച് വെക്കാം. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്തെ വെള്ളം കണ്ടോ. ഇനിയിപ്പോൾ ഈ വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ചിക്കനാകെ വെന്ത് കലങ്ങിപ്പോവും. അപ്പം നമുക്കിത് തുറന്ന് തന്നെ ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാം. തീ കൂട്ടി കുറച്ചൊക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. അല്പസമയം കഴിയുമ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങും. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്ന കാര്യം വിട്ടുപോകരുത് കേട്ടോ. അങ്ങനെ ഇളക്കിയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടി പിടിക്കുവേ. അങ്ങനെ വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ചിക്കൻ എങ്ങനെ ഇതിനകത്ത് കിടന്നിട്ട് ചിക്കനും മുരിഞ്ഞ് ഇതിനകത്തെ മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞു വരുവേ. അപ്പോൾ ആ ഒരു പരുവത്തിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനൊക്കെ മുമ്പ് തന്നെ പാചകം നിർത്തണമെങ്കിൽ അങ്ങനെ നിർത്തി അങ്ങനെയും കഴിക്കാം കേട്ടോ. പിന്നെ ഇതിനകത്ത് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചിക്കനെല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാണ്. നമുക്കിനി ഇത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ചിക്കൻ കൂട്ടി ചോറുണ്ണാനും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.